പ്രൈസ് ദി ലോർഡ്. എൻ്റെ പ്രിയരെല്ലാം സന്തോഷമായിരിക്കുന്നോ? കർത്താവിൻ്റെ കൃപ നിങ്ങളോട് കൂടെ ഇരിക്കുമാറാകട്ടെ. അവിടുന്ന് നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മളെപ്പോഴും നമ്മളുടെ ആവശ്യങ്ങളല്ലേ കർത്താവിനോട് പറയുന്നത്. എൻ്റെ കുടുംബജീവിതത്തെ ധന്യമാക്കണേ, എൻ്റെ ജോലിയെ അനുഗ്രഹിക്കണേ, തലമുറകളെ അനുഗ്രഹിക്കണേ, ശുശ്രൂഷയെ മാനിക്കണേ എന്നൊക്കെ എന്തോരം പ്രാർത്ഥനാ വിഷയങ്ങളാണ് നമുക്കുള്ളത് അല്ലേ. എന്നാൽ കഴിഞ്ഞ ദിവസം ഹോളി സ്പിരിറ്റ് എന്നോട് വളരെ വ്യത്യസ്തമായി ഇടപെട്ടു. ദൈവത്തിന് നമ്മളിൽ നിന്ന് ചില ആവശ്യങ്ങളുണ്ട്, നമ്മളെ കൊണ്ട് ചില ആവശ്യങ്ങളുണ്ട്. അതൊന്ന് നിറവേറുവാൻ നമുക്ക് ഈ ദിവസങ്ങളിൽ ആഗ്രഹിക്കാമോ? ദൈവത്തോട് ചോദിക്കുക, അങ്ങയ്ക്ക് എന്നെക്കുറിച്ച് എന്താവശ്യമാണ് ഉള്ളത്? എന്നെക്കൊണ്ട് അങ്ങയ്ക്ക് എന്ത് ചെയ്യുവാൻ ആഗ്രഹം എന്ന് കർത്താവിനോടൊന്ന് തിരികെ ചോദിച്ചേ. നമ്മുടെ ആവശ്യങ്ങളൊക്കെ നിരത്തി വയ്ക്കുന്നത് ഒന്ന് കുറച്ചിട്ട് കർത്താവിൻ്റെ ഹൃദയം നമ്മളെക്കുറിച്ച് എപ്രകാരമാണ് എരിയുന്നത് എന്നൊന്ന് തിരിച്ചറിയുവാൻ നമുക്കൊന്ന് മുട്ടയിലിരിക്കാം. ദൈവാത്മാവ് നമ്മളോട് ഇടപെടും. ഈ ദിവസങ്ങളെല്ലാം ഞാൻ പ്രാർത്ഥിക്കുന്നത് എന്താണെന്നറിയാമോ? അപ്പാ, എന്നെക്കുറിച്ച് അങ്ങയ്ക്ക് എന്താവശ്യമാണ് ഉള്ളത്? എന്നെക്കൊണ്ട് അങ്ങയ്ക്ക് എന്താ ചെയ്യുവാനുള്ളത്? ഞാൻ അങ്ങനെ പ്രാർത്ഥിക്കുവാൻ തുടങ്ങിയപ്പോൾ പരിശുദ്ധാത്മാവ് വ്യത്യസ്തമായ രീതികളിൽ ഇടപെടുവാൻ തുടങ്ങി. പ്രിയപ്പെട്ടവരെ, നമ്മളെ കാത്ത് അനേകായിരങ്ങൾ നിൽക്കുന്നു ഒരിറ്റ ആശ്വാസത്തിനായി, കർത്താവിൻ്റെ സ്നേഹത്തെക്കുറിച്ച് കേൾക്കുവാനായി. ഒത്തിരി പേര് അനേക സ്ഥലങ്ങളിലുണ്ട്. അതുമാത്രമല്ല, ദൈവത്തിന് നമ്മളെ കൊണ്ട് ചെയ്യിക്കുവാൻ ചില പ്രത്യേക ഉദ്ദേശങ്ങളുണ്ട്, ആവശ്യങ്ങളുണ്ട്. കർത്താവിൻ്റെ ഹൃദയത്തിനൊത്തവണ്ണം ഒന്നായിത്തീരുവാൻ നമ്മളെ വിധേയപ്പെടുത്തിക്കേ. എന്നിട്ട് നമ്മുടെ പ്രാർത്ഥനാ രീതി ഒന്ന് മാറ്റിക്കേ. നിങ്ങളൊന്ന് ട്രൈ ചെയ്തേ. ഇന്ന് ഒന്ന് പ്രാർത്ഥിച്ചേ. അപ്പാ, കഴിഞ്ഞ നാളുകളിൽ ചോദിച്ചതും ചോദിക്കാത്തതുമായ സകല ആവശ്യങ്ങളും അത്യാവശ്യങ്ങളും അങ്ങ് നടത്തി. എന്നാൽ ഇന്ന് അപ്പാ, എനിക്ക് അങ്ങയുടെ ഹൃദയം ഒന്ന് അറിയണം. അങ്ങയ്ക്ക് എന്നെക്കൊണ്ട് എന്താവശ്യമാണ്? എന്നെ ഏത് മേഖലയിലാണ് വേണ്ടുന്നത്? ഒന്ന് ചോദിച്ചേ. പരിശുദ്ധാത്മാവ് നിങ്ങളോട് ഇടപെടുവാൻ തുടങ്ങും. കർത്താവിൻ്റെ ഹൃദയത്തിനൊത്തവണ്ണം ഹോളി സ്പിരിറ്റ് നിങ്ങളെ ഉപയോഗിക്കുവാൻ തുടങ്ങും. അപ്രകാരം പരിശുദ്ധാത്മാവിൻ്റെ കരത്തിലിരിക്കുന്ന ഒരു ആയുധമായി നമുക്ക് ഓരോരുത്തർക്കും തീരാം. മുന്നമേ അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കുമ്പോൾ ഈ ലോകത്തിൽ നമുക്ക് ആവശ്യമായ സകല നന്മകളും നമ്മളെ ഫോളോ ചെയ്യും. അത് നമ്മളെ പിന്തുടരും. അതിനെക്കുറിച്ചൊന്നും വ്യാകുലപ്പെടേണ്ട. ഇന്ന് നമുക്കൊന്ന് മാത്രം ചോദിക്കാം, അപ്പന് നമ്മളെക്കൊണ്ട് എന്താവശ്യമാണ് ഉള്ളതെന്ന്. ആ ആവശ്യം നമ്മളോട് പറഞ്ഞാൽ മുന്നോട്ട് പോകുവാൻ നമുക്ക് തയ്യാറാണല്ലോ അല്ലേ. കർത്താവിൻ്റെ കരത്തിലേക്ക് വിധേയപ്പെടുത്താം. പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, ഞങ്ങൾ അങ്ങയെ സ്നേഹിക്കുന്നു. അങ്ങ് ഞങ്ങളോട് സംസാരിച്ച ഈ ആലോചനയ്ക്ക് നന്ദി. ഞങ്ങളെക്കുറിച്ച് അങ്ങയ്ക്ക് എന്ത് നീഡാണ് ഉള്ളത്, എന്താവശ്യമാണ് ഉള്ളത്? അങ്ങയുടെ ഹൃദയത്തിനൊത്തവണ്ണം ചലിക്കുവാൻ, അതിനൊത്തവണ്ണം മുന്നോട്ട് നീങ്ങുവാൻ ഞങ്ങളെ വിധേയപ്പെടുത്തുന്നു. ഞങ്ങൾ അങ്ങയെ സ്നേഹിക്കുന്നു നാഥ. ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരെ അനുഗ്രഹിക്കുന്നു. എല്ലാ മഹത്വവും അപ്പയ്ക്ക്, യേശുവിൻ നാമത്തിൽ തന്നെ, ആമേൻ. പ്രിയരെ, കർത്താവിൻ്റെ ഹൃദയത്തെ മനസ്സിലാക്കാം. അപ്പായ്ക്ക് നമ്മളെക്കുറിച്ചുള്ള ആവശ്യം തിരിച്ചറിയാം. അതിനൊത്തവണ്ണം നമുക്ക് മുന്നോട്ട് പ്രവർത്തിക്കാം. ബ്ലെസ് യു.